നമസ്കാരം. നമ്മൾ ഇന്ത്യക്കാരെ മൊത്തത്തിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാരോഗമുണ്ട്. ഈ രോഗത്തെപ്പറ്റി നിങ്ങളിൽ എത്ര പേർക്കറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ജൂൺ മാസം 18-ാം തീയതി ഈ കൊല്ലം ജൂൺ മാസം 18-ാം തീയതി മലയാള മനോരമയിൽ വന്ന ഒരു ഫീച്ചറുണ്ട്. അതെഴുതിയിരിക്കുന്നത് പ്രശസ്ത പ്രമേഹ രോഗവിദഗ്ധനായ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവാണ്. ആ ഭാരം ഒഴിവാക്കാം എന്നാണ് ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട്. ഡോക്ടർ കേശവദേവിനെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഇദ്ദേഹമാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രമേഹ രോഗം ചികിത്സിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ക്യാൻസർ രോഗം മൂലമാണ് മരിച്ചത്. കോടിയേരി ബാലകൃഷ്ണന് ക്യാൻസർ രോഗം എങ്ങനെ വന്നു എന്നതിനെപ്പറ്റി ചെറിയൊരു അന്വേഷണം നടത്തിപ്പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അദ്ദേഹം ഏതാണ്ട് 10-15 കൊല്ലങ്ങളായിട്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ്. ഈ കാലയളവിൽ പ്രമേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന ചില മരുന്നുകൾ, ഏതാണ്ട് 4ഓളം ഗുളികകൾ ക്യാൻസർ രോഗത്തിന് കാരണമാകുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ പലയിടങ്ങളിലായിട്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത്, ഈ ഡോക്ടറാണ് ഇപ്പോൾ അമിതവണ്ണത്തെക്കുറിച്ച് മലയാള മനോരമയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അമിതവണ്ണം എന്ന് പറയുന്ന രോഗത്തെ നമുക്കെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, എങ്ങനെ കുറയ്ക്കാൻ പറ്റും, എങ്ങനെ വരാതെ നോക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ആ ഫീച്ചറിൽ പറയുന്നത്. പക്ഷേ ഈ അമിതവണ്ണം എന്ന് പറയുന്ന രോഗം, നിങ്ങൾ ആലോചിക്കണം, അമിതവണ്ണം ഒരു രോഗമാണ്. എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളതിന് ഇതിൽ പരമൊരു തെളിവ് വേണ്ട. ഇന്ന ഒരു സംഭവം ഒരു രോഗമാണ്. ഇപ്പോൾ BP-യും ഷുഗറും കൊളസ്ട്രോളും ഹാർട്ട് റേറ്റും ഒക്കെ രോഗമായി മാറിയതുപോലെ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് രോഗമാണ് അമിതവണ്ണം. അപ്പോൾ ഈ അമിതവണ്ണത്തെ ആരാണ് രോഗമാക്കി മാറ്റിയത്? നമ്മുടെ രാജ്യത്ത്. ഈ ഡോക്ടറൊന്നുമല്ല, ഈ ഡോക്ടറോ വേറെ ഏതെങ്കിലും ഡോക്ടറോ അല്ല. നമ്മുടെ രാജ്യത്ത് അമിതവണ്ണം ഒരു രോഗമാക്കി മാറ്റിയത് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. 2024 വരെ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. 2024 അദ്ദേഹം അമേരിക്കയിൽ പോയി, സെപ്റ്റംബറിൽ. അവിടെ അദ്ദേഹം ചില കമ്പനികളുടെയൊക്കെ CEO-മാരുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തി. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു CEO ആണ് ഏലി ലില്ലി എന്ന് പറയുന്ന കമ്പനിയുടെ ഡേവിഡ് റിക്സ്. ഡേവിഡ് റിക്സും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു മീറ്റിംഗ് നടത്തി. ഏലി ലില്ലി എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്കറിയാം, വളരെ വലിയൊരു ഫാർമ ഭീമനാണ്. അവർ നമ്മുടെ രാജ്യത്ത് വളരെ മുമ്പ് തന്നെ വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പല ഇന്ത്യയിലെ ലാബറട്ടറികളുമായിട്ട് സഹകരിച്ച് അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരൊരു പുതിയ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ ഒരു ലോഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയത്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് പോയതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അദ്ദേഹം സാധാരണ പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്യുന്ന പോലെ പോയതാണ്. പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന ഏലി ലില്ലിയുടെ CEO-മായിട്ട് ഉള്ള മീറ്റിംഗ് നടന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹവും ഡേവിഡ് റിക്സും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് സംസാരിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. അതായത് 2025 തുടക്കത്തിലാണ് ഡേവിഡ് റിക്സും നരേന്ദ്രമോദിയും തമ്മിൽ എന്തായാലും സംസാരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. 2025 ജനുവരി മാസം 28-ാം തീയതി നാഷണൽ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് നരേന്ദ്രമോദി ആദ്യമായിട്ട് ആ രോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി, ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് ഒബീസിറ്റി, അമിതവണ്ണമാണ്, മോട്ടാപ്പ. അതെന്തുകൊണ്ടാണെന്നും അദ്ദേഹം അവിടെ പറഞ്ഞു. നമ്മൾ സസ്യ എണ്ണ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സസ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം. പിന്നെയും അദ്ദേഹം അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ വരാതെ നോക്കാം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു രോഗം ഇന്ത്യക്കാർക്കിടയിൽ പടർന്നു പിടിക്കുന്നുണ്ട് എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. മോൻചാരോ എന്ന് പറയുന്ന ഏലി ലില്ലി ഉണ്ടാക്കുന്ന അമിതവണ്ണം കുറയ്ക്കാനും പ്രമേഹത്തിനുമുള്ള ഒരു കുത്തിവെപ്പ്, ആ കുത്തിവെപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനിരിക്കെയാണ് നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയതും ഡേവിഡ് റിക്സിനെ കണ്ടതും. തുടർന്ന് ജനുവരി മാസത്തിൽ നാഷണൽ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അമിതവണ്ണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഫെബ്രുവരി മാസം, അതേ വർഷം ഫെബ്രുവരി മാസം 23-ന് നടന്ന അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ആ മൻ കി ബാത്ത് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഫെബ്രുവരി 23, 2025 മോദി അമിതവണ്ണത്തെക്കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിച്ചു. അമിതവണ്ണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ പത്രങ്ങളിലും പ്രിൻ്റ് ചെയ്തു വന്നു. ഇന്ത്യക്കാർ നേരിടുന്ന ഏറ്റവും പുതിയ
ഏറ്റവും വലിയ ഒരു രോഗഭീഷണിയാണ് അമിതവണ്ണം. അതിനെക്കുറിച്ച് അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ രാജ്യത്തുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ ഈ പുതിയ രോഗത്തെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞു. പിന്നീട് മാർച്ച് 3 വീണ്ടും അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ 3-ൽ 1 അമിതവണ്ണം എന്ന് പറയുന്ന രോഗമുള്ള ആളായിരിക്കും. അങ്ങനെ ഏലി ലില്ലിയുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ലാഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് എന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും അറിഞ്ഞു. ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ ലാഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഇതുപോലെയുള്ള കമ്പനികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവരുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ വരുമ്പോഴേക്കും അത് വാങ്ങാൻ തയ്യാറായിട്ട് കുറേ ആൾക്കാരവിടെ ഉണ്ടാകും. നമുക്കറിയാം, ഈ ഫോർട്ടിഫൈഡ് അരി, സമ്പുഷ്ടീകരിച്ച അരി നമ്മുടെ രാജ്യത്ത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നത് നെതർലാൻഡ്സിലുള്ള റോയൽ DSM എന്ന് പറയുന്ന കമ്പനിയാണ്. അവർ നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ അവിടെ വന്ന് പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ അരി, ഈ സമ്പുഷ്ടീകരിച്ച അരി വിറ്റ് പോകണം, നിങ്ങളൊന്നും പേടിക്കണം, നിങ്ങൾ വന്ന് അരി ഉണ്ടാക്കിയോ, വിൽപ്പന ഞാൻ ഏറ്റു എന്ന് നരേന്ദ്രമോദി അവരോട് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം നമ്മുടെ റേഷൻ കടകൾ വഴി വിൽക്കുന്ന അരി സമ്പുഷ്ടീകരിച്ച അരി ആയിരിക്കും എന്ന തീരുമാനമെടുത്തു. അന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് റേഷൻ കടയിൽ നിന്നും നല്ല അരി, അതായത് ഈ സമ്പുഷ്ടീകരിച്ച അരി എന്ന പേരിൽ വരുന്ന മായം ചേർക്കാത്ത അരി കിട്ടുന്നില്ല. ഇത് ചേർത്ത അരി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ആ തീരുമാനം അദ്ദേഹം എടുത്തത് എന്തിനാണ്? റോയൽ DSM എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയാണ്. അവരുടെ അരി നമ്മൾ വാങ്ങണം. അപ്പോൾ നമുക്കത് വാങ്ങാതിരിക്കാനുള്ളൊരു ചോയ്സ് ഇല്ല. നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് വാങ്ങിയിരിക്കും. അതിനുവേണ്ട നിയമനിർമ്മാണം അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ റേഷൻ കടകൾ വഴി ആ അരിയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ അരി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഒരുപാട് വിദഗ്ധന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം റോയൽ DSMന് വേണ്ടിയാണ് ആ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഈ നിമിഷം വരെ മാറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ഏലി ലില്ലിയുടെ വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു രോഗമാണെന്ന് ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കണം എന്ന് ഏലി ലില്ലിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവരത് മോദിയോട് പറഞ്ഞു. മോദി അവരുടെ മാർക്കറ്റിംഗ് ഏറ്റെടുത്തു. ഇവിടെ വന്ന് പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾക്കിടെ അദ്ദേഹം അതേക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു. പത്രങ്ങളെല്ലാം, മാധ്യമങ്ങളെല്ലാം അത് നല്ലപോലെ പ്രചരിപ്പിച്ചു. അതിനുശേഷം 2025 മാർച്ച് 20 ഏലി ലില്ലി അവരുടെ മോൻചാരോ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഇവിടെ ലോഞ്ച് ചെയ്തു. മാർച്ച് മുതൽ ഏതാണ്ട് ഒക്ടോബർ മാസം വരെയുള്ള അവരുടെ കച്ചവടം എന്ന് പറയുന്നത് ഏതാണ്ട് 333 കോടി രൂപയുടെ കച്ചവടമാണെന്നാണ് പറയുന്നത്. അത് വളരെ വലിയൊരു ബിസിനസ്സാണ്. ഒരു പുതിയ മരുന്ന് വന്നിട്ട് വെറും 7 മാസം കൊണ്ട് 333 കോടി രൂപയുടെ ബിസിനസ് നേടി എന്നാണ് പറയുന്നത്. ഇതിനിടെ, അതായത് ഈ കാലയളവിനിടെ മാർച്ച് 20 ഒക്ടോബറിനും ഇടയിൽ നരേന്ദ്രമോദി പല ചടങ്ങുകളിലും, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിന സ്പീച്ചിലും ഈ അമിതവണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ആവർത്തിച്ചു, അമിതവണ്ണം ഇന്ത്യക്കാർ നേരിടുന്ന ഒരു സാംക്രമിക രോഗമാണ്. ഇത് വളരെ വലിയൊരു ആരോഗ്യ ഭീഷണിയാണ്. നമ്മൾ അതിനെതിരെ പോരാടണം. അതിന് അദ്ദേഹം ഓരോ തവണയും പറയുമായിരുന്നു, നിങ്ങൾ സസ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം. സസ്യ എണ്ണയുടെ ഉപയോഗം മൂലമാണ് നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു 10% അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്ന് നരേന്ദ്രമോദി പറയുകയുണ്ടായി. അമിതവണ്ണം ഉണ്ടാകുന്നത് സസ്യ എണ്ണയുടെ ഉപയോഗം കൊണ്ടാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സസ്യ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമിതവണ്ണം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ആൾക്കാരും അത് ഉപയോഗിക്കുന്നവരാണ്. അമിതവണ്ണമുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ സസ്യ എണ്ണയുടെ കാര്യം എടുത്തു പറഞ്ഞത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ രാജ്യത്ത് സസ്യ എണ്ണ ഇറക്കുമതി ചെയ്താണ് വരുന്നത്, അതായത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന എണ്ണയെല്ലാം നല്ല എണ്ണയാണ്. കടുകെണ്ണ ഉണ്ടാക്കുന്നു, വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു, കപ്പലിൻ്റെ എണ്ണയുണ്ട്. പക്ഷേ വില കുറഞ്ഞ സസ്യ എണ്ണ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഈ പറയുന്ന പാം ഓയിൽ, പിന്നെ സൺഫ്ലവർ ഓയിൽ മുതലായ ഒരു കാശിനും കൊള്ളാത്ത എണ്ണ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. വളരെ വിലക്കുറവാണ്. അതാണ് പ്രധാനമായിട്ടും ഹോട്ടലുകാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്, പല വീട്ടുകാരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇവിടെ അതുപോലെ തന്നെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന എണ്ണ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ കാശ് ഒരുപാടാകും. അതുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന ഈ വില കുറഞ്ഞ എണ്ണയാണ് ജനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി സാറിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ ഈ കൊല്ലം, കഴിഞ്ഞ കൊല്ലം ഒക്കെ തന്നെ ഒരുപാട് ഡോളർ ഷോർട്ടേജ് നേരിടുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ട ഡോളറില്ല. നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ പണം പിൻവലിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടും നമ്മുടെ ഇറക്കുമതി കൂടിയതുകൊണ്ടും വേണ്ടത്ര ഡോളറില്ല. അപ്പോൾ സസ്യ എണ്ണയുടെ ഉപയോഗം ജനങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മോദിക്ക് അത്രയും ആശ്വാസമാണ്. അത്രയും ഇറക്കുമതി കുറച്ചാൽ മതിയല്ലോ. അല്ലാതെ അത് വണ്ണമുണ്ടാക്കും എന്ന കാരണം കൊണ്ടല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്
ഇത് ഇറക്കുമതി ചെയ്യാനുള്ള ഡോളർ ഷോർട്ടായി ഉള്ളതുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അമിതവണ്ണം എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അതെന്തിനു വേണ്ടിയാണ്? ഏലി ലില്ലി അവരുടെ മരുന്ന് മാർക്കറ്റിൽ ഇറക്കി. അദ്ദേഹം മരുന്നിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ ഒരു രോഗഭീതി നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഇവിടെ അമിതവണ്ണമുണ്ടോ, പേടിക്കേണ്ട, ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനി വരുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ പരസ്യം കണ്ടുകൊണ്ട് അമിതവണ്ണമുള്ള ആൾക്കാർ, അവരിൽ ഭൂരിപക്ഷം ആൾക്കാരും, അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ട് അതൊരു രോഗമാണെന്ന് വിശ്വസിച്ച് ഭയക്കുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം പേരും പോയി അവരുടെ മരുന്ന് വാങ്ങി ഉപയോഗിക്കും. അപ്പോൾ അവരുടെ ബിസിനസ് അവിടെ സെക്യൂറായി. മറുഭാഗത്ത് സസ്യ എണ്ണയാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് മോദി ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ഈ സാധനം ഇറക്കുമതി ചെയ്യാനുള്ള ഡോളർ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. പലപ്പോഴും നമ്മളോട് പലരും പല മെസ്സേജുകളിലും പറഞ്ഞിട്ടുണ്ട്, ശ്രീ നരേന്ദ്രമോദി എപ്പോഴും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. അംബാനിയും അദാനിയും മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അംബാനിയും അദാനിയും മാത്രമല്ല, വിദേശത്തുള്ള കമ്പനികൾക്ക് വേണ്ടിയും കൂടിയാണ് അദ്ദേഹം നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പല ലോക നേതാക്കളും നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്നത്. കാരണം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവരുണ്ടാക്കും. ആ സാധനം ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ട എല്ലാ സഹായവും അദ്ദേഹം നേരിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അവർ പുകഴ്ത്താതെ ഇരിക്കുമോ? ഇനി ഈ ഉത്പന്നം, അതായത് ഈ മോൻചാരോ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ വാങ്ങി വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കാത്തിരിക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണെന്നതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. തൊണ്ടയ്ക്കുണ്ടാകുന്ന ക്യാൻസർ, തൈറോയ്ഡ് പ്രശ്നം, പാൻക്രിയാസ് രോഗങ്ങൾ തുടങ്ങി നിരവധി രോഗങ്ങൾ ഈ ഇഞ്ചക്ഷൻ മൂലമുണ്ടാകും എന്നുള്ളത് ആൾറെഡി പരസ്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ആൾക്കാർക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണമാർക്കാണ്? വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഈ കുത്തിവയ്പ്പ് വാങ്ങിച്ച് കുത്തി, അതായത് ആദ്യം വണ്ണം എന്ന് പറയുന്നത് രോഗമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കുത്തിവയ്പ്പ് വാങ്ങി വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്ക് ആ കുത്തിവയ്പ്പ് മൂലം പുതിയ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബിസിനസ് ആർക്കാണ് കിട്ടുന്നത്? അതിൻ്റെ ബിസിനസ്സും ഏലി ലില്ലിയെ പോലെയുള്ള മരുന്ന് കമ്പനികൾക്ക് കിട്ടും. അപ്പോൾ ഒരു വഴിക്ക് അവർക്ക് 2 പക്ഷിയല്ല, ഒരു വഴിക്ക് 10ഉം 100ഉം പക്ഷികളാണ് ഒരേ സമയത്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉത്പന്നം ഇവിടെ വിൽക്കാൻ വേണ്ടി, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വം ജനങ്ങളോട് അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു രോഗമാണെന്ന് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദിയെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കാരണം ഇന്ത്യക്കാർ വളരെ സന്തോഷത്തോടുകൂടി തിരഞ്ഞെടുത്ത് അവരുടെ നായകനാക്കി വച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. എത്രമാത്രം അദ്ദേഹം ഈ കമ്പനികൾക്ക് വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരുടെ ആരോഗ്യം നശിപ്പിച്ച് കൂടുതൽ അനാരോഗ്യത്തിലേക്ക് ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു.